തുടരുന്നുണ്ട്. അണ്ണാമലൈ സമാനമായി തന്നെ തമിഴ്നാട്ടിലും ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വിജയുടെ പാർട്ടി അധികാരത്തിൽ വന്നത് തമിഴ്നാട്ടിൽ ഒരു വലിയ മാറ്റമായിരുന്നു. അതിന് പിന്നാലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അണ്ണാമലൈ ഇന്നലെയാണ് അമിത്ഷായെ കണ്ട് താൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് വ്യക്തമാക്കിയത്. അതേസമയം അണ്ണാമലയെ അണിനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അണ്ണാമലയ്ക്ക് മുന്നിൽ നിരവധി ഓഫറുകൾ BJP വെച്ചിട്ടുണ്ട്. രാജ്യസഭാ അംഗത്വമുണ്ട്, വീണ്ടും സംസ്ഥാന അധ്യക്ഷനാക്കാം എന്നുള്ള വാക്ക് നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. അണ്ണാമലയുമായുള്ള ചർച്ചയ്ക്കടക്കം പാർട്ടി സമയം ചോദിച്ചിട്ടുണ്ട്. അണ്ണാമല ഡൽഹിയിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിപ്പോൾ തമിഴ്നാട്ടിലെ BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില ഒരു ആക്ഷേപം സഹിത് സമ്മർദ്ദതന്ത്രമാണ് ചില സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ളത് എന്നാണ്. പക്ഷേ താൻ പാർട്ടി വിടുകയാണ് എന്ന് മാന്യമായ ഭാഷയിൽ തന്നെ പാർട്ടി നേതൃത്വത്തെ അണ്ണാമലൈ അറിയിക്കുകയും ചെയ്തു. എന്താണ് മനസ്സിലാക്കേണ്ടത്? മനം മാറ്റത്തിനുള്ള സാധ്യത ഉണ്ടോ അണ്ണാമലയ്ക്ക്? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നു. അതുതന്നെയാണ് സാഹചര്യം. കാരണം ഇന്നലെ തന്നെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പ്രതീക്ഷിച്ചും അങ്ങനെ പറഞ്ഞിരുന്ന ആളുമാണ് അണ്ണാമലൈ. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. ഇന്ന് ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, തമിഴ്നാട്ടിലെ BJPയുടെ അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രനോട് ഡൽഹിയിലേക്ക് എത്താൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിലെ BJP നേതൃത്വത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് വലിയ ചില ആരോപണങ്ങൾ ഈ ഇന്നലത്തെ കൂടിക്കാഴ്ചകളിൽ അണ്ണാമലൈ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ പരാതികളുള്ള ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചു വരുത്തുന്നത്. അത് ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗം കൂടിയാണ്. അതായത് ഇന്നലെ രാജിപ്രഖ്യാപനത്തിന് വേണ്ടി എത്തിയ അണ്ണാമലയ്ക്ക് മുന്നിൽ BJPയുടെ ദേശീയ നേതൃത്വം ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് പാർട്ടിയിൽ തുടരണം എന്ന ഒരു നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 5 പേജുള്ള തൻ്റെ രാജിക്കത്ത്, തൻ്റെ നിലപാടുകൾ, താൻ പാർട്ടിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അണ്ണാമലൈ. അപ്പോൾ ഒടുവിൽ ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് വിഷയമായത് എന്ന കാര്യം ഇരുവരും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന ചില സൂചനകൾ. അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. സാധാരണ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ പഴയ പാർട്ടിയെ വെല്ലുവിളിച്ച് പോകുന്ന ഒരു പതിവ് ശീലമുണ്ട്. പക്ഷേ അതല്ല, പുതിയൊരു മാതൃക സൃഷ്ടിക്കാനാണ് അണ്ണാമലൈ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്ര പറച്ചിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. തമിഴക രാഷ്ട്രീയത്തിൽ അണ്ണാമലൈ വീണ്ടും എത്തുമോ? BJPയുടെ പുതിയ മുഖമായി തന്നെ അദ്ദേഹം മാറുമോ? എങ്ങനെ ഒത്തുതീർക്കും? അതല്ല, പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനൊപ്പം ഒരു പുതുമുഖ നേതൃനിരയെ രൂപപ്പെടുത്താൻ ദേശീയ തലത്തിൽ തന്നെ BJP ലക്ഷ്യമിടുന്നുണ്ട്. അതിൻ്റെ കോർ ടീമിലേക്കാണ് അണ്ണാമലൈ മാറുന്നത് എന്ന മറ്റു ചില അഭ്യൂഹങ്ങളുമുണ്ട്. എന്തായാലും വ്യക്തതയ്ക്ക് വേണ്ടി അല്പം കൂടി കാത്തിരിപ്പ് വേണ്ടി വരും. ഇന്നും ഈ അനുനയ നീക്കങ്ങൾ തുടരും. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.